ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും തമ്മിൽ ബന്ധം ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഫാൻ അഡ്വൈസറി ബോർഡ് രൂപീകരിച്ചത്. എന്നാൽ ആ ബോർഡിന്റെ കഥ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. എന്തെന്നാൽ ആ ബോർഡിലെ ആദ്യത്തെ അംഗങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അംഗങ്ങൾ ഇന്നലെ രാജി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഫാൻ അഡ്വൈസറി ബോർഡിലെ അംഗങ്ങൾ ഇപ്പോൾ തങ്ങളുടെ രാജി അറിയിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം ഇവർ അവതരിപ്പിച്ചിരുന്നു. അതിന് കൃത്യമായ ഒരു മറുപടി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നൽകിയിരുന്നില്ല. ഇതോടുകൂടിയാണ് എല്ലാ അംഗങ്ങളും ഇപ്പോൾ തങ്ങളുടെ സ്ഥാനം ഒഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ട്വിസ്റ്റാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു വലിയ ലെറ്റർ അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫാബിന്റെ ലെറ്റർ ഇങ്ങനെയാണ് വരുന്നത്: കേരള ബ്ലാസ്റ്റേഴ്സിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേണ്ടി വ്യക്തമായ സമയപരിധിക്കുള്ളിൽ ആരാധകർക്കായി കാണാൻ സാധിക്കുന്നതും അർത്ഥവത്തായതുമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ക്ലബിന് ഒഫീഷ്യലായ ഒരു അവിശ്വാസ പ്രമേയം നൽകിയിരുന്നു. എന്നാൽ ക്ലബിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച മറുപടി ആരാധകരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനോ ആരാധകർ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനോ പര്യാപ്തമായിരുന്നില്ല. തേർഡ് ക്വാർട്ടർലി മീറ്റിംഗിലും സർവേയിലൂടെയും ഞങ്ങൾ ഉറപ്പു നൽകിയതുപോലെ ക്ലബിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായ ഉത്തരവാദിത്വവും നടപടിയും ഉണ്ടാകാത്ത പക്ഷം ഞങ്ങൾ സ്ഥാനമൊഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഫാൻ അഡ്വൈസറി ബോർഡിൽ നിന്നും ഞങ്ങൾ ഉടനടി രാജിവെക്കുന്നു. ഈ യാത്ര ഒരിക്കലും സ്ഥാനമാനങ്ങൾക്കോ പദവികൾക്കോ വേണ്ടിയുള്ളതായിരുന്നില്ല. അത് എല്ലായ്പ്പോഴും നിങ്ങളെ, അതായത് ആരാധകരെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. ഞങ്ങൾ നിങ്ങളെ കേട്ടു, ഞങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു. നിങ്ങളുടെ ശബ്ദം എവിടെയാണോ കേൾപ്പിക്കേണ്ടത് അവിടെയെല്ലാം ഞങ്ങൾ അത് എത്തിച്ചുവെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തി. ഒന്നിച്ചു നിൽക്കുക, പരസ്പരം സപ്പോർട്ട് ചെയ്യുക, ക്ലബിന്റെ ബാഡ്ജിനെ പിന്തുണക്കുക. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്നത് എപ്പോഴും അതിൻ്റെ ആരാധകർക്ക് വേണ്ടിയുള്ളതാണ്. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. അടുത്തതായി വരുന്ന ഫാബ് ടീമിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ എല്ലാ പിന്തുണയും അവർക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഇതാണ് അവരുടെ രാജിക്കത്തിൽ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. മാത്രമല്ല, കാര്യങ്ങൾ ചുരുക്കി വിവരിച്ചുകൊണ്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി അവിടെയുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഞങ്ങളിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിനും പിന്തുണക്കും കടപ്പാട് അറിയിക്കുന്നു. എന്തുകൊണ്ട് രാജിവെച്ചു എന്നുള്ളതിനുള്ള ഒരു കാരണം അവർ അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങൾ സമർപ്പിച്ച അവിശ്വാസ പ്രമേയത്തിലെ ആശങ്കകൾക്ക് കൃത്യമായ പരിഹാരം കാണാൻ കഴിയാത്തതിനാൽ തന്നെയാണ് ഫാബ് ടീം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചത്. ഇനി ക്ലബിനോടുള്ള സ്നേഹം, എന്ത് സംഭവിച്ചാലും ഈ ക്ലബിനോടുള്ള ഞങ്ങളുടെ സ്നേഹത്തിന് മാറ്റമുണ്ടാകില്ല. ഇനി ഫാബിന്റെ എഫേർട്ട്, ആരാധകരായ നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായ മാറ്റങ്ങളും മികച്ചൊരു ഭാവി പടുത്തുയർത്താനും ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. ഇനി കൈമാറ്റം, ഫാബിന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അതുപോലെ തന്നെ വിവരങ്ങളും അടുത്ത ടീമിന് കൈമാറുന്നതിനായി ക്ലബിന് വിട്ടു നൽകുന്നതാണ്. ഇനി മറ്റൊരു റിക്വസ്റ്റ് കൂടി അവർ നടത്തിയിട്ടുണ്ട്. ആരോടും വിദ്വേഷം കാണിക്കാതെ അടുത്ത ഫാബ് ടീമിനെ പിന്തുണക്കണമെന്ന് ഞങ്ങൾ എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവർ നിങ്ങൾക്കായി നിലകൊള്ളുന്നവരാണ്. ഈ യാത്രയിലുടനീളം ഞങ്ങളോടൊപ്പം നിന്നതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇതാണ് ഫാബ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് അവർ എല്ലാവരും ഇപ്പോൾ രാജിവെച്ച് കഴിഞ്ഞു. ആദ്യത്തെ ഫാബ് അംഗങ്ങൾ ഇപ്പോൾ ആ സ്ഥാനമാനങ്ങളിൽ നിന്നും പടിയിറങ്ങി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പുതിയ അംഗങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരഞ്ഞെടുക്കേണ്ടി വരികയാണ്. അത് ഉടനടി ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ആരാധകരും തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഇത്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷം മാത്രമായിരിക്കും പുതിയ ഒരു ഫാബ് ടീമിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരഞ്ഞെടുക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.